എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ എന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന പോലെ മഹാലക്ഷ്മി ഒക്കെ വരുവാണ്. മഹാലക്ഷ്മി വരുമ്പോഴത്തേനും അനന്തു കുറച്ച് പേടിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, മഹാലക്ഷ്മി വിളിച്ചായിരുന്നോ, ഒരു പ്രശ്നം നടന്നു എന്നൊക്കെ പറയുവാണ്. അപ്പൊ മഹാലക്ഷ്മി ലേഖയും ഭയങ്കരമായിട്ട് ഞെട്ടുവാണ്, എന്താ ചോദിക്കുവാണ്. അങ്ങനെ അനന്തു പേടിപ്പിച്ചിട്ടാണ് കണ്ണൻ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് കണ്ണനോട് ഒന്ന് പറയുവാണ്, കാലിലൊന്ന് നോക്കാൻ പറയുവാണ്. അങ്ങനെ മഹാലക്ഷ്മി നോക്കിയപ്പോഴത്തേനും കാലിങ്ങനെ അനങ്ങുന്നു. മഹാലക്ഷ്മിക്ക് ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായി. അങ്ങനെ മഹാലക്ഷ്മി കാലിലാണെങ്കിൽ വീണ് കരയുവാണ്. എന്നിട്ട് അനന്തു പറയുവാണ്, ഇത് വെറുതെ ഉണ്ടായതല്ല, ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു ഗുണ്ട ഉണ്ടാന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഗുണ്ടയല്ല, വേറൊരു ഗുണ്ട അവൻ കയറി ഇങ്ങനെ ആക്രമിക്കാൻ നോക്കി. ആ ഒരു പ്രഷറിലാണ് കണ്ണൻ കാല് ചലിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഗുണ്ടയല്ലായിരുന്നു, അയാളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കണ്ണൻ ജീവനോടെ ഇരിക്കത്തില്ലെന്നൊക്കെ പറയുവാണ്. മഹാലക്ഷ്മി അത് കേട്ടതും പറയുവാണ്, ഞാൻ ആ പയ്യനെ ഒന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞ് അവിടെ പോയി നോക്കുമ്പോൾ റൂമിലാണ് ആരുമില്ല. മാർക്കോയാണെങ്കിൽ, മാർക്കോയുടെ പേര് മാർക്കണ്ഡേയൻ എന്നാണ് കേട്ടോ. മാർക്കണ്ഡേയനാണെങ്കിൽ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു പോയി, മറ്റേ പേഷ്യന്റിനെ കൊണ്ട് പോയി. അങ്ങനെ തോമസ് ഇതിനോട് ചോദിക്കുവാണ്. അപ്പൊ പറയുന്നുണ്ട് അവന്റെ പേര് മാർക്കണ്ഡേയൻ എന്നാ, നമ്പരോ ഒന്നും അവൻ തരത്തില്ല. ഫോട്ടോ ഉണ്ടോന്ന് ചോദിക്കും. മഹാലക്ഷ്മി പറയും ഫോട്ടോയും ഇല്ല, ഒന്നുമില്ല. അവൻ ഞങ്ങളുടെ ടൈപ്പാണ്, ഇങ്ങനെ എല്ലാവർക്കും സഹായം ചെയ്യും. കണ്ട ഒരു ഗുണ്ടയാന്ന് പറയും, പക്ഷെ കണ്ട ഗുണ്ട എന്നുള്ളൊരു പാവപ്പെട്ടവനാണ്. ഇങ്ങനെ എന്തെങ്കിലും ബൈസ്റ്റാൻഡർ ഒക്കെ ആയിട്ട് വരിക, ഇതൊക്കെ തന്നെയാണ് അവന്റെ പരിപാടി. പക്ഷെ കർക്കിടക മാസത്തിൽ അവന് ഉഴിച്ചിലിന് എന്താണെങ്കിലും വരും, ഭയങ്കര നല്ല ബോഡിയൊക്കെയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി ആണെങ്കിൽ ഈ കഥകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മാത്രം കഴിവല്ല, ആ ഗുണ്ട വന്ന് അങ്ങനെ കാണിച്ചത് കൊണ്ട് ആ ഒരു പ്രഷറിലാണ് കണ്ണൻ കാലനക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുകയാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ മേഘനാണെങ്കിൽ ഈ ഗുണ്ടകളെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. മേഘന്റെ സ്ഥിരം പരിപാടിയാണല്ലോ, ഇവന്മാരെന്തെങ്കിലും ഒപ്പിക്കും, അവസാനം ഫോൺ വിളിച്ചിട്ട് കിട്ടത്തില്ല. അപ്പൊ കരുണ പറയുവാണ്, അവള് ബോഡി അയാളുടെ കൊണ്ടുവന്ന് കാണാൻ വേണ്ടിയാണ് ഇവിടം വരെ വന്നതെന്ന് പറയുമ്പോൾ മേഘം പറയുവാണ്, ഒന്ന് അടങ്ങ് മോളെന്ന്, ഒന്ന് അടങ്ങ് നിങ്ങൾ ഇങ്ങനെ ധൃതി വെക്കാതെ, ഇതൊരു കൊലപാതകമല്ലേ, അല്ലാതെ ചുമ്മാ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊന്നും അല്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ ധൃതി വെക്കാതെ എന്താണെങ്കിലും നടക്കുമെന്നൊക്കെ പറഞ്ഞ് മേഘൻ ആശ്വസിപ്പിക്കുവാണ് കരുണയും ഉണ്ണിയും. അപ്പൊ ഉണ്ണി പറയുവാണ്, മേഘട്ടനെ ഞങ്ങൾക്ക് ആഗ്രഹം തന്നേന്ന്. അപ്പൊ പറയുവാ, ഇതൊക്കെ ശരിയാണോ, പക്ഷെ ടൈം എടുക്കും, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ധൃതി വെക്കാമെന്നൊക്കെ പറയുവാണ്. പിന്നാണെങ്കിൽ അനന്തു പോയി നമ്മുടെ മാർക്കണ്ഡേയനോട് സോറി പറയുവാണ്. എന്നിട്ട് ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ പറയും, എനിക്ക് ഫോൺ നമ്പർ ഇല്ല സാറേ എന്ന് പറയും. ഇപ്പൊ പറയും, നിങ്ങൾക്ക് പൈസ വേണോ, എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാന്ന് പറയും. അപ്പം പറയുവാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ, ഞാൻ അങ്ങനെ സ്വീകരിക്കുന്ന ആളല്ല, പക്ഷെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അടിക്കാൻ നിൽക്കാതെ ഒരു പുഞ്ചിരി, അത് മാത്രം മതി, എനിക്കുള്ളത് വേറെ യാതൊരു സഹായവും വേണ്ട സാറെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറഞ്ഞു വിടുന്നുണ്ട്, അവൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ഈ പുള്ളിക്ക്, കണ്ണനെ രക്ഷിച്ച ആൾക്ക് എന്ത് വേണമെങ്കിലും സഹായം വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇതൊക്കെ തന്നെ ഇവരിൽ നിന്ന് സംസാരിക്കുവാണ്. പക്ഷെ അതിനിടയ്ക്ക് അനന്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഇനിയിപ്പം നമ്മളുടെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അതായത് കണ്ണന്റെ കാലനങ്ങിയില്ലേ, കാലനങ്ങിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ കണ്ണൻ ഇനി നടക്കും, രക്തയോട്ടം എല്ലാം വന്നിട്ടുണ്ട്, അപ്പൊ ഉറപ്പായിട്ടും നടക്കും. നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ ചികിത്സ വഴി ഒന്നും കുട്ടികളുടെ ആവശ്യമില്ലല്ലോ, കണ്ണനും മഹാലക്ഷ്മിക്കും കുട്ടികൾ ഉണ്ടാകുമല്ലോ. അത് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുവാണ്. അത് പക്ഷെ ഒരു കാഷ്വൽ ടോക്കാണ്, പക്ഷെ ഇത് പ്രൊമോയിൽ അത് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ പയ്യനെ പറ്റി സംസാരിക്കുവാണ്. ആ പയ്യൻ ആരാ എന്താന്ന് മഹാലക്ഷ്മി കണ്ണനെ കൂട്ടുന്നത് സംസാരിക്കുവാണ്. അപ്പം മഹാലക്ഷ്മി പറയുവാണ്, അന്ന് എന്നെ രക്ഷിക്കാൻ വന്ന ആ പയ്യനാണെന്ന് തോന്നുന്നു, എന്റെ മനസ്സ് അങ്ങനെ പറയുന്നതെന്ന് പറയുന്നു. അപ്പൊ കണ്ണൻ പറയുവാണ്, ശരിക്കും അവനൊരു ഭഗവാന്റെ ഒരു ഇതാണ്, ഒരുപക്ഷെ നമ്മൾ ഇനി അവനെ എവിടെയെങ്കിലും വെച്ച് കാണും, അപ്പോഴേ നമുക്ക് അവനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ നമ്മുടെ മാർക്കണ്ഡേയനെ. അപ്പം മാർക്കണ്ഡേയന്റെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പം മഹാലക്ഷ്മിയും ഇവരും കൂടി ഇരുന്ന് പറയുവാണ് ഈ കാര്യങ്ങളൊക്കെ, കണ്ണനും കൂടെ. അപ്പൊ അവരത് ഭഗവാനാന്ന് വിശ്വസിക്കുവാണ്. അതായത് മഹാലക്ഷ്മി രക്ഷിച്ച ആള് തന്നെയായിരിക്കും എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുവാണ്. അനന്തുവിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, അത് പക്ഷെ വെറുതെ ഹൈലൈറ്റ് കാണിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാല് എന്താ അതിന് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് അറിയത്തില്ല, പക്ഷെ ആ പ്രൊമോയിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് അനന്തു ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്